ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോളയുടെ റെസിപ്പി ആയിട്ടാണ്. മാക്രോണിയും പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോളയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് മക്രോണി വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് മക്രോണി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1 കപ്പ് മക്രോണി കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം കുറച്ച് ടൈം പിടിക്കും ഇത് വെന്ത് വരാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മറ്റു സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലൊന്നും കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഒന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്കത് അതിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ഗീ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് പഴം വലിയ പഴം കേട്ടോ, ഇത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഞാനിവിടെ ഈ ഒരു കപ്പിനാണ് മക്രോണി എടുത്തിട്ടുള്ളത്. ഇതിനൊരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്റ്റൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ പഴം നന്നായി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മക്രോണി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് വലിയ മക്രോണിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതുണ്ടെങ്കിൽ ചെറുത് തന്നെ എടുക്കുക. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ മക്രോണിയും പഴം എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട കൂടുതൽ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നവരെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പഴവും അതുപോലെ തന്നെ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പഴവും മക്രോണിയും ഓരോ ഭാഗത്തായിട്ട് കിടക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് സോസ് പാനിൽ ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഇതുപോലെ ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് സോസ് പാൻ വെക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാ ഭാഗത്തും ആകുന്ന വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക, എന്നിട്ട് ഒന്ന് സിമ്മിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഒരേ ലെവലാകുന്ന വിധത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂടിക്ക് ചെറിയൊരു ഹോളുണ്ട്, അത് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റൈസിൻസും അതുപോലെ തന്നെ കാഷ്യൂനട്ടും മേലെ ഇട്ട് കൊടുക്കാം. അപ്പം മേലെ വെന്ത് വരുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇളകിപ്പോരും. അപ്പോൾ ഇതിൻ്റെ വേവ് എത്ര മിനിറ്റ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എടുക്കുന്ന സോസ് പാൻ്റെ അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ തീൻ്റെ ഒക്കെ അതിനനുസരിച്ചുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പം മേലെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ